സാഗരേട്ടനെ താൻ എന്ത് ചെയ്താലും ശരി, ഞാൻ ഈ കെട്ടുതാലി പൊട്ടിച്ച് കളയില്ലടോ. ഇതേ വിലയുള്ള താലിയാ, ഉറപ്പുള്ള താലി. ഇവനോടൊപ്പം ജീവിക്കുമ്പോ ഈ താലിക്ക് എത്രമാത്രം ഉറപ്പുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റൂടി. ഇനി എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് തന്നെ ബാധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, പിന്നെന്തിനാണ് ഇയാള് നമുക്കിടയിലേക്ക് വലിഞ്ഞു കയറുന്നത്? ആരുടെ ജീവിതത്തിലേക്കാണ് വലിഞ്ഞേറി വന്നേ? എന്താണോ ഇത്? അമ്പലം നടയിൽ വെച്ച് ഞാൻ പറയാ, നല്ല വിളഞ്ഞ അണലിയാ നീ കൂടെ കൊണ്ട് നടക്കുന്ന. അണലി എന്തായാലും രാജവെമ്പാലയോളം വരില്ലല്ലോ. ഞാൻ നേരത്തെ ഒരു രാജവെമ്പാലയ്ക്കൊപ്പം ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഈ താലിയുടെ അവകാശിക്ക് അത്രത്തോളം വിഷമില്ല. സാഗരേട്ടൻ വാ. സാഗരേട്ടൻ വണ്ടി എടുക്ക. ഭഗവതി, ഒരുത്തന്റെ അരയ്ക്ക് താഴോട്ട് ചലനശേഷി കിട്ടരുതെന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പതേ എന്റെ മനസ്സ് തളർത്തി കളഞ്ഞു. എന്തിനാ എന്റെ ഭഗവതി നീ കാണാൻ പാടില്ലാത്ത കാഴ്ചയൊക്കെ എന്നെ കാണിക്കുന്നേ? എന്റെ ദൈവമേ, എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയവനെ എത്രയും പെട്ടെന്ന് വിഷം തീണ്ടണേ. എന്നിട്ട് അവൾ എന്റെ അടുത്തോട്ട് തന്നെ വരണേ. ഞാൻ ആഗ്രഹിച്ച കണ്ണന്റെ സ്വത്തുക്കള് ഇത്തിരി വൈകിട്ടാണെങ്കിലും എനിക്ക് കിട്ടണേ ഭഗവതി. തിരുമേനി, തീർത്ഥം. ഒരു ശത്രു സംഹാരാർത്ഥന നടത്തണം. അത് കൗണ്ടറിൽ എഴുതിക്കോ. അല്ല തിരുമേനി, നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അതിലും വീര്യം കൂടിയ വല്ല പൂജ ഉണ്ടോ തിരുമേനി? ഈ ശത്രു സംഹാരാർച്ചന തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള പൂജയൊന്നും അല്ല, നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പൂജയാണ്. എന്നാ പിന്നെ അത് വേണ്ട തിരുമേനി. എന്റെ ഉള്ളിലെ ശത്രുവിനെ ഞാൻ എന്തിനാ ഇല്ലാതാക്കുന്നേ? ഭഗവതി, ആകെ സമനില തെറ്റുന്ന അവസ്ഥയായിപ്പോയി. സ്വത്തും പോയി, മുറപ്പെണ്ണും പോയി. വല്ലാത്തൊരു ഗതി തന്നെ.